പുതുവർഷത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എയർ കേരള എയർലൈൻ പറന്നുയരും. സർവീസ് ആരംഭിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. കേരള സർക്കാരിനും സിയാലിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി 26% ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള. കണ്ണൂരിന് പുറമെ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസ്. മാർച്ചോടെ സർവീസ് തുടങ്ങാനുള്ള പദ്ധതിയുമായാണ് കമ്പനി മുന്നോട്ടു പോകുന്നത്. സേവനത്തിന്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കാണ് എയർ കേരള വാഗ്ദാനം ചെയ്യുന്നത്. ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ടയർ 2, ടയർ 3 വിമാനത്താവളങ്ങളിലാണ് എയർ കേരള ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കണ്ണൂർ വിമാനത്താവളത്തിന് പുതിയ പ്രതീക്ഷ നൽകുകയാണ് എയർ കേരള. നിലവിൽ 3500 കോടി രൂപയുടെ അംഗീകൃത മൂലധനം കണ്ണൂർ വിമാനത്താവളത്തിനുണ്ട്. എന്നാൽ കിയാൽ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാണ് കിയാൽ ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെയും കുടക് മേഖലയിലെയും കോഴിക്കോട് ജില്ലയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെയും പ്രവാസികൾ അടക്കമുള്ള യാത്രക്കാർക്ക് വളരെയേറെ പ്രയോജനകരമാണ് കണ്ണൂർ വിമാനത്താവളം. എയർ കേരളയുടെ വരവോടെ ടൂറിസം രംഗത്തിന് വലിയ നേട്ടമാണ് കൈവരിക്കാൻ പോകുന്നത്. കുറഞ്ഞ ചെലവിൽ മികച്ച യാത്രാ സൗകര്യം ഒരുക്കിയാണ് വിനോദസഞ്ചാര രംഗത്ത് പുതിയ ചുവടുവയ്പുകൾ ഉണ്ടാക്കുമെന്നാണ് എയർ കേരളയുമായി ബന്ധപ്പെട്ട അധികൃതരുടെ കണക്കുകൂട്ടൽ. അന്താരാഷ്ട്ര റൂട്ടിൽ അനുമതിയായി കഴിഞ്ഞാൽ തായ്ലാന്റ്, വിയറ്റ്നാം, മലേഷ്യ, UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ റൂട്ടുകൾക്ക് മുൻഗണന നൽകാനാണ് കമ്പനി അധികൃതരുടെ തീരുമാനം. ആഭ്യന്തരമായി ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവയെ ടയർ 2 നഗരങ്ങളുമായി ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്. പക്ഷേ എയർ കേരളയെ സംബന്ധിച്ച് ഒരു തിരിച്ചടി ലഭിച്ചിരുന്നു. ഇതുവരെ പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കാത്തതും വലിയ തിരിച്ചടിയായി തുടരുകയാണ്. കണ്ണൂരിൽ വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുവദിച്ചാൽ യാത്രക്കാർ വർദ്ധിക്കും, നിരക്ക് കുറയ്ക്കാനും സാധിക്കും. അതോടൊപ്പം ഇന്ത്യയിലെ വിമാന കമ്പനികൾക്ക് കൂടുതൽ സർവീസുകൾ നടത്താൻ അനുവാദം നൽകുകയും ചെയ്യാം. കൂടുതൽ വിമാന സർവീസുകൾക്ക് അവസരമുണ്ടായാൽ എയർപോർട്ടിൽ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും അനുബന്ധ വികസനം സാധ്യമാക്കുകയും ചെയ്യാം. അതേസമയം കോഴിക്കോട് ആസ്ഥാനമായ അൽ ഹിന്ദ് ഗ്രൂപ്പിന്റെ കീഴിലെ അൽ ഹിന്ദ് എയറും പറക്കലിന് മുന്നോടിയായുള്ള നിയമനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ 2 ATR വിമാനങ്ങളുമായാകും അൽ ഹിന്ദ് എയർ പ്രവർത്തനം ആരംഭിച്ചേക്കുക. 2025 ജൂണോടെ തന്നെ അൽ ഹിന്ദിന്റെ ആദ്യ വിമാനവും ചിറകുവിടർത്തിയേക്കും. 1 വർഷത്തിനകം വിമാനങ്ങളുടെ എണ്ണം 7 ഉയർത്താനും ലക്ഷ്യമിടുന്നു. കൊച്ചി, മധുര, ചെന്നൈ, ബംഗളൂരു, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കോയമ്പത്തൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും അൽ ഹിന്ദ് എയറിന്റെ ആദ്യ സർവീസുകൾ. പിന്നീട് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലെ 40 നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കും. തുടർന്ന് ഗൾഫ് മേഖലയിലേക്കും. നിലവിൽ വിമാന ടിക്കറ്റ്, ടൂർ ഓപ്പറേറ്റിംഗ്, ചാർട്ടേഡ് വിമാനങ്ങൾ, ഹോട്ടൽ റൂം ബുക്കിംഗ്, വിസ സേവനങ്ങൾ എന്നിവ നൽകുന്ന ഗ്രൂപ്പാണ് അൽ ഹിന്ദ്. വിമാന ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് വിശാലമായ പ്രവർത്തന ശൃംഖലയും ഹജ്ജ് തീർത്ഥാടകർ ഉൾപ്പെടെ മികച്ച ഉപഭോക്തൃ അടിത്തറയും കമ്പനിക്കുണ്ട്. എയർ കേരളയും അൽ ഹിന്ദ് എയറും രാജ്യാന്തര തലത്തിലേക്കും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ നേട്ടം ഗൾഫ് മേഖലയിലെ പ്രവാസി മലയാളികൾക്കായിരിക്കും. കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാവുന്ന വിമാന സർവീസുകൾ വേണമെന്നത് പ്രവാസി മലയാളികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.